ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, പൈനാപ്പിൾ, കുക്കുംബർ എന്നിവയാണ്. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റിയായി നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് സുർക്ക ഒഴിച്ചു കൊടുക്കണം. 3 കപ്പ് വെള്ളത്തിന് 1 കപ്പ് സുർക്ക എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉപ്പിൽ ഇടാൻ വേണ്ടി എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പച്ചമാങ്ങ അല്ലാതെ ചെനച്ചതാണ്. നല്ല മധുരവും പുളിയൊക്കെ ഉള്ള മാങ്ങയാണ്. ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, 1 ക്യാരറ്റാണ്. ഇത് നന്നായി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞതാണ്. കുക്കുംബറിൻ്റെ സ്കിന്നൊന്നും കളയാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട്, ചെറിയത് ബീട്രൂട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കണം, എന്നാലേ നല്ല രസം ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെല്ലിക്ക, ഒരു 8-10 നെല്ലിക്ക ഉണ്ടാവും. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നെടുകെ കീറിയത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളവും സുർക്കയും ഉപ്പും ചേർത്ത വെള്ളം മിശ്രിതമാണിത്. ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉപ്പിലിട്ടതുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഉപ്പിലിട്ടത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു ഗ്ലാസ് ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ജാറിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ജാറിലാണ് ഇടാൻ താല്പര്യമെങ്കിൽ അങ്ങനെ വലിയ ജാറിൽ ഉപ്പിലിട്ട് വെക്കാവുന്നതാണ്. ഒത്തിരി നാൾ കേടുകൂടാതെ ഇത് സൂക്ഷിക്കാൻ പറ്റും നമുക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ക്യാരറ്റ് കവർ ചെയ്യത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിത് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഇതൊരു 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴേക്കും എരിവും പുളിയും ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ബീട്രൂട്ട് എങ്ങനെയാണ് ഉപ്പിലിടുന്നത് എന്ന് നോക്കാം. ബീട്രൂട്ട് ഉപ്പിലിടുന്നതിന് വേണ്ടി ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഉപ്പിലിട്ടത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല കളർഫുൾ ആണല്ലോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഉപ്പിലിട്ടതാണ് ഈ ബീട്രൂട്ട് ഉപ്പിലിട്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ബീട്രൂട്ട് ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതും തന്നെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പൈനാപ്പിൾ എങ്ങനെയാണ് ഉപ്പിലിടുന്നത് എന്ന് നോക്കാം. പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കണം. ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ പിന്നെ പെട്ടെന്ന് ഉപ്പും പുളിയും മധുരമൊക്കെ നന്നായി പിടിക്കും. അതിനധികം ദിവസം വേണ്ടിയില്ല, ഒരു ദിവസം കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. വലിയ ജാറാണ് എടുക്കുന്നതെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞാലും മതി. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ വട്ടത്തിലുള്ളതാണല്ലോ കിട്ടാറ്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ടതും റെഡിയായി. ഇനി മാങ്ങ ഉപ്പിലിട്ടത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. ഇത് ഞാൻ ചെനച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ മാങ്ങ നല്ല മധുരവും പുളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മുളകും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. പച്ച മാങ്ങയും അതുപോലെ നല്ല പഴുത്ത മാങ്ങയൊക്കെ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഉപ്പിലിട്ട് വെക്കാവുന്നതാണ്. എങ്ങനെ മാങ്ങ ഉപ്പിലിട്ടാലും ടേസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് തീർന്നു പോയിക്കോളും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണല്ലോ ഈ ഉപ്പിലിട്ടത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇതും ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഉപയോഗിക്കാം. ഇനി നെല്ലിക്ക ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
നെല്ലിക്ക ഉപ്പിലിടുന്നതിന് വേണ്ടി ജാറിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക പിന്നെ പെട്ടെന്നൊന്നും അങ്ങോട്ട് പുളിയും ഉപ്പും പിടിച്ചിട്ടില്ല, ഏകദേശം ഒരാഴ്ചയോളമൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് അങ്ങനെ ഇട്ടിക്കുകയാണ്, വേവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കുംബർ ഉപ്പിലിട്ടത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. ഇതിന് വേണ്ടി കുക്കുംബർ ഞാൻ എടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. കുക്കുംബറും അതുപോലെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. ഇത് 2-3 ദിവസം ആകുമ്പോഴേക്കും ശരിക്കും ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലായി കിട്ടും. ഇതിന് നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3 കപ്പ് വെള്ളത്തിന് 1 കപ്പ് സുർക്ക എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ വെള്ളം തികഞ്ഞിട്ടില്ല, അതിനുശേഷം പിന്നെ വീണ്ടും കുറച്ചും കൂടി ഉണ്ടാക്കിയെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.